ഹൃദയത്തിൽ 2 ബ്ലോക്കും മഹാധമനി വിണ്ടുകീറി ബലൂൺ പോലുള്ള അവസ്ഥയിലും എത്തിയ രോഗിയെ സങ്കീർണമായ ശസ്ത്രക്രിയ ഇല്ലാതെ രക്ഷിച്ച് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. വൻകിട ആശുപത്രികളിൽ ചെയ്യുന്ന അത്യപൂർവ സംവിധാനങ്ങൾ സംയോജിപ്പിച്ചാണ് തളിപ്പറമ്പ് സ്വദേശിയായ 78 വയസ്സുള്ള രോഗിയുടെ ജീവൻ രക്ഷിച്ചതെന്ന് മിംസിലെ ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അത്യപൂർവമായ ചികിത്സാരീതിയിലൂടെയാണ് തളിപ്പറമ്പ് സ്വദേശിയായ 78-കാരന്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ രക്ഷിച്ചത്. സ്കാനിങ്ങിൽ വയറിലെ രക്തധമനി ബലൂൺ പോലെ വീർത്ത നിലയിലാണെന്ന് കണ്ടെത്തിയതോടെയാണ് രോഗി കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിയത്. വീർത്ത ധമനി പൊട്ടി രോഗിയുടെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടതോടെ അടിയന്തര ചികിത്സ ഉറപ്പാക്കി. എന്നാൽ ഓപ്പൺ സർജറി സങ്കീർണമാകാൻ ഇടയുണ്ടെന്നും കണ്ടു. ഹൃദയരക്തക്കുഴലിൽ 2 ബ്ലോക്കും മഹാധമനിയിൽ വിള്ളലും എല്ലാം ഉള്ള അവസ്ഥയിലാണ് രോഗി ഉണ്ടായിരുന്നത്. ഇതോടെയാണ് സങ്കീർണമായ ശസ്ത്രക്രിയ ഒഴിവാക്കിയുള്ള സംവിധാനത്തെക്കുറിച്ച് ഡോക്ടർമാർ ചർച്ച ചെയ്തത്. എൻഡോവാസ്കുലാർ അയോട്ടിക് സ്റ്റണ്ട് ഗ്രാഫ്റ്റ് എന്ന സംവിധാനത്തിലൂടെയാണ് രോഗിയെ ചികിത്സിക്കാൻ തീരുമാനിച്ചത്. ഓപ്പൺ സർജറി റിസ്ക്കാണെന്ന കാര്യം ബന്ധുക്കളെ അറിയിച്ച ശേഷമാണ് ഈ നൂതന സംവിധാനത്തെക്കുറിച്ച് തീരുമാനിച്ചതെന്ന് മിംസിലെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ബൈപ്പാസ് സർജൻ, കാർഡിയക് സർജൻ എല്ലാവരും ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പം ഒരു മേജർ ഓപ്പറേഷൻ 78 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല റിസ്ക് എടുക്കാൻ, അതിന് താരതമ്യേന വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ്. ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യണം, ഈ മഹാധമനിയുടെ ഓപ്പറേഷനും ചെയ്യണം. അങ്ങനെ 2 തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ പൊക്കിൾ കുഴിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും വലിയൊരു ഓപ്പറേഷൻ 78 വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോകുമോ എന്നുള്ളത് വളരെ സംശയകരമാണ്. അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗി അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം. അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ്, റേഡിയോളജി, ഇന്റർനാഷണൽ റേഡിയോളജി, കാർഡിയക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പോൾ ഒരു ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത്. വൻ നഗരങ്ങളിലെ പ്രധാന ആശുപത്രികളിലാണ് ഇതിനു മുമ്പ് ഇത്തരം ചികിത്സ നടത്തിയിട്ടുള്ളതെന്നും ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞു. മിംസിലെ അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഈ ശസ്ത്രക്രിയ നടത്താൻ സഹായകമായത്. അത്യപൂർവമായ ഈ ശസ്ത്രക്രിയ എല്ലാ ആശുപത്രികളിലും സാധ്യമല്ലെന്നും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിലാണ് ഇത് സാധ്യമായതെന്നും ഡോക്ടർ വിനു പറഞ്ഞു. ഈ ഒരു പ്രൊസീജിയർ റെയറായിട്ട് വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ ഇത് ചെയ്യുന്നത് എല്ലാ സെൻറ്ററിലും നമുക്ക് ചെയ്യാനും പറ്റില്ല. അതിനുള്ള സൗകര്യങ്ങളും അതുപോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമുണ്ട്. CT സ്കാനിങ് ആയാലും അത് അറിയുന്ന വിധ ഡോക്ടേഴ്സും അതുപോലെ ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് പരിശീലനം കിട്ടിയ ഡോക്ടേഴ്സൊക്കെ ഉള്ള ഒരു സെൻറ്ററിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു പ്രത്യേക രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 78 വയസ്സുള്ള രോഗിക്ക് ഒരു മേജറായിട്ടുള്ള സർജറി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനൊരു സാധ്യത മുൻകൂട്ടി തന്നെ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതവർ മനസ്സിലാക്കി ഈ ഒരു പെർക്യൂട്ടനസ് ടെക്നിക്സിൽ കൂടെ, അതായത് നമുക്ക് താക്കോൽ ദ്വാരത്തിലൂടെ എന്ന് പറയാം, അങ്ങനെ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിക്ക് അവർ സമ്മതിക്കാനുണ്ടായത്. അതീവ സങ്കീർണമായ ഈ പ്രൊസീജിയറുകൾക്ക് അനസ്തീഷ്യ വേണ്ടിവന്നില്ല. വലിയ മുറിവുകളോ രക്തം കയറ്റേണ്ട ആവശ്യമോ ഉണ്ടായില്ല എന്നതും പ്രത്യേകതയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനും കഴിഞ്ഞു. രോഗി പൂർണ്ണ ആരോഗ്യവാനാണിപ്പോൾ. കാർഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയോതെറാസിക് സർജറി എന്നീ വിഭാഗങ്ങൾ സംയുക്തമായാണ് ഈ നൂതന സംവിധാനം വിജയകരമായി നടപ്പാക്കിയത്. ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ഉമേശൻ, ഡോക്ടർ പി വിജയൻ, ഡോക്ടർ ദിലീപ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.